ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിലെ വിശ്രമത്തിനു ശേഷം പുതിയൊരു പ്രഭാതം കാണുവാനിടയാക്കിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം യിരെമ്യാ പ്രവചനം 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായിട്ടാണ് വിശുദ്ധ തോമസ് അറിയപ്പെടുന്നത്. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു തോമസ്. AD 52 തോമാസ് ലീഹായുടെ സന്ദർശനമാണ് ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ആരംഭം. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയതായി വിശ്വസിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തിന് ഉടമയും ധീരനുമായ അപ്പോസ്തലനായിരുന്നു വിശുദ്ധ തോമസ്. അരാമ്യ ഭാഷയിലെ തെയോമ എന്ന പദത്തിൽ നിന്നുമാണ് തോമസ് എന്ന പേര് ഉണ്ടായത്. ദിദിമോസ് എന്ന മറ്റൊരു പേരും തോമസിന് ഉണ്ടായിരുന്നു. ഇതിന് ഇരട്ട പിറന്നവൻ എന്നായിരുന്നു അർത്ഥം. തോമസിന്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നില്ല. ഗലീലക്കാരനായിരിക്കുവാൻ സാധ്യത ഏറെയാണ്. യേശു ഗലീലയിൽ പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കാം തോമസ് യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ഉൾപ്പെടുന്നത്. ഈ പ്രഭാതത്തിൽ അല്പമായി തോമസിനെ കുറിച്ച് മനസ്സിലാക്കുവാനായി നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായിട്ട് അപ്പോസ്തലന്റെ ജീവിതവും പ്രവർത്തനങ്ങളും. മലബാർ തീരത്തെ പ്രധാന തുറമുഖ പട്ടണമായിരുന്ന കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയതായാണ് കരുതുന്നത്. തുടർന്ന് അദ്ദേഹം കൊച്ചിയിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുകയും അതിനുശേഷം അക്രൈസ്തവരുടെ ഇടയിലേക്ക് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന 4 പ്രമുഖ കുടുംബങ്ങളായിരുന്നു പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ. ഇങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചവർക്കായി അദ്ദേഹം 7 പള്ളികളും സ്ഥാപിച്ചു. 7 അരപ്പള്ളികൾ എന്നാണ് പറയുന്നത്. അര എന്നത് ബഹുമാനാർത്ഥം പറഞ്ഞു വന്നിരുന്ന ഒരു പദമായിരുന്നു. ഈ 7 പള്ളികൾ മലങ്കര, പാലയൂർ, പറവൂർ, ഗോഖമംഗലം, നിരണം, ചായൽ അഥവാ നിലയ്ക്കൽ, കല്യാൺ അഥവാ കൊല്ലം. ഇങ്ങനെയായിരുന്നു 7 പള്ളികൾ. വിശുദ്ധ തോമസ് ഒരു സത്യ അന്വേഷകനും ആയിരുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മടി കാണിക്കാത്ത സ്വഭാവത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. വിശ്വാസത്തിൻ്റെ ഉറപ്പും പ്രഖ്യാപനവും ആ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നു. മനുഷ്യരെ പിടിക്കുവാനുള്ള ഈ മഹാദൗത്യത്തിനായി മറ്റു ശിഷ്യന്മാരോടൊപ്പം തോമസും പരിശുദ്ധാത്മ ശക്തി ക്രിസ്തുവിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വം. കേരളത്തിൽ നിന്നും പ്രവർത്തനങ്ങൾക്കായി മദ്രാസിലേക്ക് പോയ അപ്പോസ്തലൻ മൈലാപ്പൂരിലേക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. അവിടെ തോമസിനു നേരെ എതിർപ്പുണ്ടാകുകയും അപ്പോസ്തലന്റെ വിജയത്തിൽ അസൂയാലുക്കളായ ബ്രാഹ്മണർ മദ്രാസ് നഗരത്തിൽ നിന്ന് 8 മൈൽ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് മൗണ്ടിൽ വച്ച് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നും യാദൃച്ഛികമായി ഒരു വേട്ടക്കാരൻ്റെ അമ്പേറ്റ് അദ്ദേഹം മരിച്ചു എന്നും പറയപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള മുറിവിൻ്റെ മുന്നിലെ ആ നിമിഷങ്ങളാണ് തോമസ് അപ്പോസ്തലനെ ഇത്രയും ധീരനും പോരാളിയും ആക്കി തീർത്തത്. തോമസിനെ കുറിച്ച് സംശയാലുവാണെന്നോ അവിശ്വാസി ആണ് എന്നോ പറയുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മുന്നിലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വിശ്വാസ പ്രഖ്യാപനമാണ് തോമസിനെ ഒരു അപ്പോസ്തലൻ അഥവാ ഭാരത ക്രൈസ്തവ സഭയുടെ സ്ഥാപകൻ ആക്കി മാറ്റിയത്. അതിനാൽ ഭാരതത്തിലെ മർത്തോമ സഭ തങ്ങളുടെ ശില്പിയും പണിക്കാരനുമായി ഇന്നും തോമസ് ലീഹായെ ഓർക്കുന്നു. തോമസ് ലീഹായുടെ അപ്പോസ്തല ചിഹ്നം ഒരു ഷീൽഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശാരിയുടെ അളവുകോലും ശൂലവുമാണ്. അപ്പോസ്തലന്റെ ഈ വിശ്വാസം ഈ പ്രഭാതത്തിൽ നമുക്കും ഏറ്റുപറയാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അപ്പോസ്തലനായ തോമസിനെ പോലെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.